ഒരു സംശയം. ഈശ്വരൻ മനുഷ്യനായി അവതരിക്കാറുണ്ട്. അവതാരങ്ങൾ പല രൂപത്തിലുണ്ട്. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് തന്നെ 10 അവതാരങ്ങളുണ്ട്. മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദനഃ. ഈ 10 അവതാരങ്ങൾ, പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ, സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ എന്നാണ് പറയുക. പക്ഷെ അതിൽ തന്നെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ, അതിൽ തന്നെ 2 പൂർണ്ണാവതാരങ്ങളുണ്ട്. ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന രഹസ്യങ്ങളാണ്. ഇവിടെ എന്താണ് അവതരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം? അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്ന സാരം. എനിക്കൊരു സംശയം. ഈശ്വരൻ മനുഷ്യനായി അവതരിക്കലാണോ വേണ്ടത്? മനുഷ്യൻ ഈശ്വര തത്വത്തിലേക്ക് ഉയരുകയാണോ വേണ്ടത്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും മനുഷ്യൻ ഈശ്വര തത്വത്തിലേക്ക് ഉയരുക തന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ രണ്ടാമതൊരു ചോദ്യം ഉണ്ടാകും, പിന്നെ എന്തിനാണ് അവതാരം? ഇവിടെയാണ് ശ്രദ്ധയിൽ വയ്ക്കേണ്ടത്. നമ്മൾ അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചിട്ട് ഇറങ്ങി വരികയാണ്. കാരണം പൂർണ്ണനായ ഈശ്വരൻ അപൂർണനായ മനുഷ്യനായി ഇറങ്ങി വരുന്നതിനേക്കാൾ നല്ലതാണ് അപൂർണനായ മനുഷ്യൻ പൂർണ്ണമായി ഈശ്വര തത്വത്തിലേക്ക് ഉയരുന്നത്. പിന്നെ എന്തിന് അവതാരം? അവതാരത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഇതിന് ഉത്തരം പറയാൻ കഴിയുന്നവർ ദയവായി കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ സംസ്കൃതി എല്ലായിടത്തും എത്തണം. കാരണം ഭാരത സംസ്കൃതിയുടെ ആ അന്തസ്സത്തെയാണ് അല്പാൽപമായി ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമസ്തേ.